അല്ലെങ്കിൽ ഒരു പഴയ ചട്ടി ഉണ്ട്, ആ ചട്ടിയിലേക്ക് ഇടാം. അത് തക്കാളി നോക്കിയേ, തക്കാളി ഉണ്ടായി തുടങ്ങിയിട്ടാ. സ്ഥലമുണ്ടല്ലോ, അത് അനിയനാണ് ഇപ്പോൾ അവിടെ. ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞ് അവനാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഇത് ഇലയമ്മ മാത്രമല്ല അല്ലേ, കടക്കിലേക്കും കുറച്ച് ആക്കി കൊടുക്കൊണ്ടൊന്നും കുഴപ്പമില്ല ഏട്ടാ, നല്ലതാണ്. നല്ല കുറച്ച് വേപ്പും തൈകൾ മുളയ്ക്കുക. നോക്കിയേ, ഇതൊക്കെ എന്തോരം നീളം നോക്കിയേ. എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം, വയോട്ടാ. എന്തേ നിങ്ങൾക്ക് തീറ്റ തന്നില്ലേ? അത് കാരണം വലിയ ബഹളമൊന്നുമില്ല. കാലത്ത് തീറ്റ വേഗം അവർക്ക് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ മീനുകൾക്ക് തീറ്റിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കുണ്ടല്ലോ അവിടുത്തെ പറമ്പിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നായിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ തറവാട് വീട് സ്വന്തമാക്കിയത് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറേ പേർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് എങ്ങനെയാണെങ്കിൽ, തറവാട് വീട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തറവാട് വീട്ടിൽ ഒരുമിച്ചാണ് എല്ലാവരും താമസിച്ചിരുന്നത്. പിന്നീട് 3 ചേട്ടന്മാർ വീട് വെച്ച് മാറി. അപ്പോൾ തറവാട് വീടിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു നമ്മുടെ പണിസ്ഥലം, വീടിനോട് ഇതായിട്ട്. അപ്പോൾ പണിക്കാരൊക്കെ കൂടിയപ്പോൾ നമുക്ക് അവിടെ സൗകര്യം ഇല്ലാണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരും 3 ചേട്ടന്മാരുടെ വീടുകളിലേക്കായിട്ട് താമസിച്ചു. അങ്ങനെ പണിസ്ഥലം പിന്നെ വേറെ പണിതു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ വീട് നിന്നിരുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അത് അനിയനാണ് ഇപ്പോൾ അവിടെ. ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞ് അവനാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സോക്കേഴ്സിൽ 5 അടി നീളത്തിലും 4.5 അടി ഹൈറ്റിലായിട്ട് അന്നത്തെ ആ ഒരു വീടിൻ്റെ ഓർമ്മയിൽ പണിത് വെച്ചു. അങ്ങനെയാണ് നമ്മൾ തറവാട് വീട് സ്വന്തമാക്കിയെന്ന് പറയേണ്ടത് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോകാം. ഷായേട്ടനെ എന്താ പറയുക, കണ്ട കളച്ചത് എത്രയും ഭാഗം കുറേ നേരം കണ്ടിട്ട് ഷായിട്ടെന്ന് പറമ്പിലേക്ക് വന്നിട്ട് കളയ്ക്കാനായിട്ട്. ഇഞ്ചിക്കൊക്കെ നമ്മൾ എന്താ പറയുക, എല്ലുപൊടി അതേപോലെ കണ്ട, ഞാൻ എൻ്റെ ഒരു ടൈമിൽ വന്നിട്ട് എല്ലുപൊടിയും ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്ക്. അപ്പോൾ അതിൻ്റെ കടക്കിലൊക്കെ ഷായിട്ട് മണ്ണിട്ടു. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പറമ്പിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയും, ഇപ്പോൾ നമ്മൾ ഈ പറമ്പിൽ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നിറച്ച് വേപ്പും തൈകൾ മുളയ്ക്കുക. നോക്കിയേ, ഇതൊക്കെ പുതിയത് മുളച്ചിട്ടുള്ള വേപ്പും തൈകളാട്ടാ. അതെ, ഇതൊക്കെ കുറേ വേപ്പും തൈകൾ മുളയ്ക്കുന്നുണ്ട്. ഷായിട്ടെ എന്താ വെള്ളം ഒരു കൊള്ളിക്കട പറിച്ചിട്ടുണ്ടാ പറിച്ചിണ്ടാ? ആ, അപ്പൊ ചേച്ചി വിജയിച്ച് ചോദിച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട്. വലിയതാ, വലിയ കൊള്ളിയാ? എല്ലാ വട്ടത്തെ പോലെ നമുക്ക് കൊള്ളി പിന്നെ നല്ല വലിപ്പമുള്ളത് ഉണ്ടാവാറുണ്ട്. കാണാമായോ? ഇന്നേ മഴ കുറവായിരുന്നു. അപ്പൊ ഷായിട്ട് മഴ വരുമ്പിക്കൊണ്ട് നേരത്തെ ഇറങ്ങിയതാ. എനിക്കിങ്ങോട്ട് വരണം. ഞാൻ ആ ചേച്ചി എന്നെ കൊണ്ട് കൊണ്ടുകൊടുക്കാൻ പറ്റും ഷേട്ട കൊള്ളി? നമ്മുടെ പേളിക്കുട്ടി നോക്കി എന്തെങ്കിലുമൊക്കെ മണ്ണ് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അവരെ അതിലൊക്കെ കിടന്ന് മാതു. കണ്ട നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും കൂടി ഇങ്ങനെ വന്നാലത്തെ അവസ്ഥ എന്താവെന്ന് എനിക്ക് തന്നെ അറിയില്ല. രാവിലെ അയച്ചു വിടുന്ന സമയത്തില്ലേ പേളിക്കുട്ടി ഈ പറമ്പിരിക്കാണല്ലോ വരണേ, അവള് കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് നേരെ ഈ പറമ്പിരിക്കി. ഇപ്പം അതാണ് ഏറ്റവും പേടി, ഈ പറമ്പിലേക്ക് വരേണ്ടത്. ബാക്കി അവിടെയൊക്കെ കിടന്ന് ഓടാണെങ്കിൽ കുഴപ്പമില്ല. കുറേ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ ഓടില്ല. നേരെ ഈ പറമ്പിൽ ഈ മണ്ണിങ്ങനെ കൊത്തിയിളക്കി വെക്കല്ലേ, അപ്പം അതിൽ കിടന്ന് മാന്താൻ വേണ്ടിയിട്ടേ. ആ, ഇത് നല്ല വലിപ്പുള്ള കൊള്ളി കഴിഞ്ഞാലോ ഷേട്ടാ. നമുക്ക് ഇതിനെ തരി നട്ട് കൊടുക്കാട്ടാ. ഈ തറിയെ മാറ്റി വയ്ക്കാം, അങ്ങോട്ട് വീടില്ലല്ലോ. നോക്കിയേ കണ്ട, എല്ലാ പ്രാവശ്യത്തെ പോലെ നോക്കി കൊള്ളിയുടെ വലിപ്പവും. അത് ഈ കൊള്ളിയില്ലേ നീളം കണ്ട, എന്തോരം നീളം നോക്കിയേ. എൻ്റെ പൊന്തിടൂല്ല, അപ്പൊ എന്നെ കൊണ്ട് പൊന്താവോ? നല്ല വണ്ണം. ഞാൻ വരുമ്പോ കൊണ്ടുവരാം. വിജയിച്ചിക്ക് വേണമെന്ന് രാവിലെ. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുവന്നേക്കാം, എന്നിട്ട് വരാം. അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. ഞാനേ മറ്റേ നമ്മുടെ എന്താ പറയാ കവച് തെളിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഷായേട്ടൻ പണി സ്ഥലത്തെ വിജയിച്ചിക്ക് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചേച്ചിയോട് ഇപ്പൊ തന്നെ കൊണ്ട് അവർക്ക് രാവിലെ കറി വയ്ക്കാനുള്ളതാണേ. ഇതിപ്പോൾ കൂടുതൽ നമ്മൾ കൊള്ളി പറിച്ചു കൊണ്ട് പോണ ദിവസം അവരെങ്ങനെയാണെങ്കിൽ അവർക്ക് രാവിലെ കറി വയ്ക്കാനുള്ളവർക്കും ബാക്കിയുള്ളത് ഒന്നെങ്കിൽ വിജയിച്ചിക്ക് ആവശ്യമില്ലെങ്കിൽ വിജയിച്ച് കൊണ്ടുപോകും. അതല്ല വേറെ പണിക്കുട്ടികൾ ആരെങ്കിലും വീട്ടിൽ പോകണവരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും അവർ. അത് കൊണ്ടുവന്നേക്കാട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചോ.
എനിക്ക് ഇത് വേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി അതായത് നമ്മുടെ വെണ്ട അതേപോലെ തന്നെ വഴുതിനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ കവച് തെളിച്ചു കൊടുക്കുകയാണ്. പക്ഷെ കുറച്ച് കവചൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മഴ പെയ്യാതെ നിൽക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ ആ തെളിച്ചതിന് ഗുണം ഉണ്ടാവുള്ളൂ. അതായത് ഞാനത് തെളിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മളുണ്ടല്ലോ കവച് തെളിച്ചു കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ കവച്. അപ്പോൾ ഈ കവച് ഇങ്ങനെ കുപ്പിയിൽ മേടിക്കാൻ കിട്ടുന്നത് നമ്മുടെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലുണ്ട്. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതുള്ളൂ. നമ്മളിവിടെ വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. അതായത് വേപ്പെണ്ണ, ഗോമൂത്രം, അതുപോലെ ബാർ സോപ്പ്, പിന്നെ കാന്താരി മുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതുള്ളൂ. ഇത് അളവുകളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തയ്യാറാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സമയക്കുറവാണെങ്കിൽ ഇങ്ങനെ മേടിക്കാനും കിട്ടൂട്ടാ. ഇപ്പം ഞാൻ നമ്മുടെ വീഡിയോയിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കവച് കിട്ടുന്ന സ്ഥലം ഈ ഒരു കുപ്പിയൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു 500 ഗ്രാമിൻ്റെ കുപ്പിയാണ്. 45 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. 500 മില്ലിയാണ് ഈ ഒരു കുപ്പിയിൽ വരിക. അത് മാത്രമല്ല 45 രൂപയാട്ടോ വില. നമുക്ക് എളുപ്പമാണ്. പിന്നെ ഇതെടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലിയാണ് എടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്കുണ്ട്. ഒരു ഇത്രയും എടുത്തു കഴിഞ്ഞാൽ 100 മില്ലിയായി. അപ്പോൾ അങ്ങനെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തെളിച്ചാൽ മതി. അപ്പം ഞാനത് തെളിച്ച് കൊടുക്കട്ടെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്കൊരു വന്ന കമൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവണില്ല, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എന്താ പറയുക വ്യക്തമായിട്ട് പറയണത്. അത് മാത്രമല്ല ഇത് തളിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ എഴുതിയത് അവർ 15 ദിവസം കൂടുമ്പോൾ തളിക്കാനാണ്. പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല, ആഴ്ചയിൽ തെളിച്ച് കൊടുക്കൂട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് അങ്ങനെയുള്ള മരുന്നുകളൊന്നും അല്ലല്ലോ, ജൈവമായതല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ തളിച്ചു കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല ചെടികളുടെ ഒരു കേട് വരാനൊന്നും ഇരിക്കില്ല, അതിന് മുന്നേ തന്നെ തളിച്ചു കൊടുക്കും. അത് ചെടി നട്ട് വേര് പിടിച്ച് തുടങ്ങി കണ്ടു കഴിഞ്ഞാൽ തൊട്ട് തന്നെ നമ്മൾ തളിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു കേട് വന്നതിന് ശേഷം തളിച്ചു കൊടുത്തിട്ട് ഒരു ഗുണം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ എപ്പോഴും തളിച്ചു കൊടുക്കാട്ടാ. അപ്പോൾ ഞാൻ തളിച്ചു കൊടുക്കട്ടെ. അപ്പോൾ 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ആക്കട്ടെ. ഒരു 100 മില്ലി ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇന്നിപ്പോൾ ഒരു മഴയില്ലാത്തൊരു ദിവസം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് ചിലപ്പോൾ നമ്മൾ തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടും. നമ്മുടെ തക്കാളി നോക്കിയേ, തക്കാളി ഉണ്ടായി തുടങ്ങിയിട്ടാ. ഒരു 1-2 തൈകളൊക്കെ നമ്മൾ വെച്ചിട്ട് ഈ മഴയൊക്കെ ആയ കാരണം നാശമായി പോയി. പക്ഷേ കുറച്ച് പേരൊക്കെ ഇതാ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ആ പിടിച്ച് കിട്ടിയപ്പോൾ തക്കാളി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നോക്കിയാലും കണ്ട ഈ ഒരു തൈ മേടിത തക്കാളി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു തൈ വെച്ച് കൊടുത്ത് പോയപ്പോൾ വേറെ തൈകൾ നമ്മൾ വെച്ച് കൊടുത്തു. അപ്പോൾ അത് നന്നായി വരുന്നുണ്ട്. പിന്നെ നോക്കി ഇതിമയ്ക്ക് അയിലായിട്ടുണ്ട്, നിറച്ച് പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നല്ല ഉഷാറിൽ വലുതായി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി തൈ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വെണ്ട, ഈ വെണ്ടയാണ് കണ്ടോ ഈ എടുത്ത് നിൽക്കുന്നത്. വെണ്ടയും ആ പൂവൊക്കെ ആയി തുടങ്ങി. പക്ഷെ ഞാൻ ഈ വെണ്ടയുടെ ഇലയമൊക്കെ എടുത്ത് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇലയമ ചെറിയ ഓട്ടകൾ വരുന്നു. അതിപ്പോൾ ഞാൻ പറഞ്ഞോളൂ മഴയായ കാരണം നമ്മളിത് അടിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി 1 മണിക്കൂറെങ്കിലും മഴയില്ലാണ്ട് നിൽക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളിത് അടിച്ചിട്ട് ഇതിനൊരു ഗുണം കിട്ടുള്ളേ. ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് നേരം മഴ പെയ്യാണ്ട് നിന്നാൽ നന്നായി. അതല്ലേ നമ്മൾ നാളെയും വന്ന് ഒന്ന് അടിച്ചു കൊടുക്കും. ഇന്ന് അടിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിക്കാതിരിക്കില്ല. മഴ പെയ്യുകയാണെങ്കിൽ നാളെ അടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് കീടങ്ങളൊന്നും വരാതിരിക്കുള്ളൂ. വേലുകുട്ടിയെ അവൾ ഓടി അവളുടെ മേലേക്ക് തെറിച്ചു തോന്നുന്നുണ്ട്. പിന്നെ നോക്കി നമ്മുടെ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ചതുരപ്പയർ കേട്ടോ.
ചതുരപ്പയറുമ്പോൾ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വേഗം വേഗം ഉഷാറായി തുടങ്ങും. ചതുരപ്പയറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുന്നത് നമ്മുടെ വഴുതനങ്ങ. അയ്യോ അതാണോ പറയണേ? അത് പറയാം, അടിച്ചിട്ട് ഇങ്ങനെ പറയാം. നമ്മുടെ ഈ ചതുരപ്പയറിൻ്റെ തൊട്ടായിട്ട് നമ്മളൊരു പന്തലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നിത്യവഴുതനങ്ങ കേട്ടോ. നിത്യവഴുതനങ്ങ നോക്കി ഒരാളുണ്ടായിട്ടുണ്ട്. കണ്ടോ, ഒരു ചെറുത് ഒരാളുണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട്. വേഗം പിന്നെ പുതിയ തൈയല്ലേ, കുറച്ച് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക അതേപോലെ ഉണ്ടായി തുടങ്ങും. പിന്നെ നമ്മുടെ വഴുതനങ്ങയ്ക്ക് കേട്ടോ ഈ കവചുണ്ടല്ലോ, ഇവരുടെ ഇലമ മാത്രമല്ല അല്ലേ കടക്കിലേക്കും കുറച്ച് ആക്കി കൊടുക്കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ലതാണ്, നല്ല വളർച്ച കിട്ടും. അതിപ്പോൾ നമ്മളൊരു ബക്കറ്റിലൊക്കെ ഒന്ന് കലക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കടക്കിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമ്മുടെ പടവലത്തിലേക്ക് പെട്ടെന്ന് പുഴു വരും. അതായത് നമുക്ക് അറിയില്ല കേട്ടോ പടവലത്തെ പുഴു. ഒരു സൈസ് ഇങ്ങനെ വളഞ്ഞോണ്ടിരിക്കുന്ന സെയിം ഈ തണ്ടിൻ്റെ കളറുള്ള ഒരു സൈസ് പുഴുവായിരിക്കും വരിക. അതിലേക്ക് തിന്ന് കഴിയുമ്പോഴാണ് നമ്മളറിയാം. അപ്പോൾ അങ്ങനെ എല്ലാം തിന്ന് കഴിയാൻ വേണ്ടി നിൽക്കരുത്, നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് ഈ പടവലങ്ങയുടെ ഒരു ഇതാണ് അങ്ങനെ വരുന്നത്. കവച് ഒരുവിധം നമ്മളെല്ലാത്തിനും തെളിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ അവിടെ കൊള്ളിഷായിട്ട് പറിച്ചിട്ട് തറി അവിടെ ഇട്ടുണ്ട്. ആ തറി ഒന്ന് ഇപ്പം തന്നെ വെട്ടി മാറ്റണം. ഇത് നമ്മുടെ കുമ്പളം തൈയാണേ. അപ്പം ഞാൻ എന്തായാലും ഇതിൽ കുറച്ചുണ്ട്. അപ്പം അതൊന്ന് ഇവരെ കടക്കിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പോവാം കൊള്ളിയുടെ അടുത്തേക്ക്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാത്രം അപ്പം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കരടൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചീറ്റി പോവില്ല. അത് കാരണം നന്നായി കഴുകി വയ്ക്കണം. നമ്മളെ കൊള്ളിത്തറി ഉണ്ടല്ലോ അപ്പുറത്തേക്കൊക്കെ എടുക്കണേ. കൊള്ളി ഇങ്ങനെ തറി വെട്ടി കൊള്ളി വലിച്ചെങ്കിലും കൂടിയിട്ട് കൊള്ളിത്തറി അപ്പുറത്തേക്ക് പോയി. അപ്പുറത്താണെങ്കിൽ ഭയങ്കര കാട് പോലെ നിൽക്കുന്ന സ്ഥലമാണ്. നമ്മളിതിന് മുന്നാണ് ഒരു കൊള്ളിത്തറി ഇതേപോലെ വെട്ടിയിട്ടിട്ട് ഈ പടരുന്ന ഒരു സൈസ് സാധനം ഉണ്ട്. അത് പെട്ടെന്ന് പടർന്ന് കയറും. പിന്നെ അത് കാട് പോലെയാവും. അപ്പോൾ ഇത് ഇപ്പം തന്നെ വെട്ടി കളഞ്ഞില്ലെങ്കിലേ അവിടെ നിന്നുള്ളതും കൂടി ഇങ്ങോട്ട് വന്നാൽ ആകെ കാട് മയവും. അല്ലെങ്കിൽ പിന്നെ ഈ കൊള്ളിത്തറി കളയണം നയിക്കണം. അതേപോലെ അങ്ങടെ എടുക്കണേ. ഇത് എന്നെ കൊണ്ട് പറ്റണില്ല, ഇത് എടുക്കണില്ല, ഇത് അങ്ങോട്ട് പൊക്കോട്ടെ, ഇതിനങ്ങോട്ട് തള്ളിയിട നമുക്ക്. ഇപ്പുറത്തേക്കൊക്കെ ഈ കൊള്ളിത്തറിക്ക് അപ്പുറത്ത് പോയിട്ട് അതിനവിടെ വലിയൊരു താഴ്ചയുള്ള സ്ഥലമാണ്. അത്രയും താഴ്ചയിൽ കിടന്നിരുന്ന സ്ഥലങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഈ പറമ്പൊക്കെ പിന്നെ മണ്ണടിച്ചാണ് നമ്മൾ ഇത്രയും പൊക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊള്ളിത്തറീനെ ആക്കി വയ്ക്കാം.
ഒരാളിങ്ങനെ നോക്കിയ ഒരു മത്ത പടർന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മത്തയ്ക്ക് കേടുവരാത്ത രീതിയിൽ വെട്ടിയെടുക്കണം. ഒരു വെളിച്ചം വരണ പോലെ. ഈ ഒരു തറ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി ഒന്നും നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ളത് അങ്ങോട്ട് കളയാം. നല്ല തറിയാ. ഇതൊക്കെ വാരി വലിച്ച് നമ്മുടെ തേങ്ങയുടെ കടക്കിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗം വൃത്തി. കൊള്ളി എന്താ പറയുക, ഈ മഴക്കാലമായ കാരണമായിട്ടാ ഇത്രയും എനിക്ക് തോന്നുന്നു കൊള്ളിത്തറിക്കൊക്കെ ഇതേപോലെ കൊമ്പ് ചില്ലയൊക്കെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്രയൊന്നും വരാറില്ല. നല്ല നീളത്തിൽ 2 ചില്ല ഇങ്ങനെ നേരെ പോവുള്ളൂ. ഇത് മഴ പെയ്യുമ്പോൾ വെയിറ്റിലിങ്ങനെ ചെരിയും. ആ ചെരിയിനനുസരിച്ച് ചില്ലകൾ കൂടുതൽ പൊടിക്കുന്നതാണ്. എന്നും നമുക്ക് കൊള്ളിയുടെ പണിയുണ്ട് കേട്ടാ. കൊള്ളി പറിക്കുന്ന ദിവസമൊക്കെ ഇതേപോലത്തെ പണികൾ എടുക്കേണ്ടി വരും. കൊള്ളി പറിക്കാത്ത ദിവസം ഇല്ല. അതേപോലെയാണ് ഇപ്പോൾ. കാരണം ആവശ്യക്കാർക്ക് എന്നാന്ന് വേഗം പറിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇനി ടൈം കഴിഞ്ഞു തുടങ്ങി നാശമാവുമല്ലോ. അത് സുന്ദരിക്കുട്ടി, പേളിക്കുട്ടി പാവം കറങ്ങി കറങ്ങി വീണ്ടും വന്നു. ഷായേട്ടനെ അവിടെ എന്താ പറയുക, കളച്ച സമയത്ത് കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് ചെറുതായിട്ട് ഒന്ന് അവിടേക്ക് ഒന്ന് ചെത്തി നോക്കി നോക്കുമോ, ചിലപ്പോൾ കുറച്ചുകൂടി കിട്ടുന്നു. അപ്പോൾ ഒന്ന് എൻ്റെ കുഞ്ഞു കൈക്കോട്ട് ഉപയോഗിച്ച് ഒന്ന് നോക്കി നോക്കണം. കണ്ടോ, ഇതൊക്കെ ഷായേട്ടനെ അവിടെ കളച്ചപ്പോൾ കിട്ടിയ മധുരക്കിഴങ്ങ് കേട്ടാ. ഇതൊക്കെ അപ്പം ഞാൻ നോക്കി നോക്കട്ടെ, ചിലപ്പോൾ അവിടെ കുറച്ചുകൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞു നോക്കണേ. പേളിക്കുട്ടി ഉണ്ടോ? ഇവിടെ ഒരു തല കാണാണ്ട്, ഇതിൽ കളിച്ച് നോക്കട്ടെ. കണ്ട, ചെറുതാ. അതൊക്കെ വലുതാവൂട്ടാ നമ്മൾ. പക്ഷെ ഇവിടെ വേഗം പുല്ല് ചെത്തിയപ്പോഴേ അതൊക്കെ എന്താ പറയുക ചെറുതായിട്ട് നിൽക്കണത്, അല്ലെങ്കിൽ അതൊക്കെ വലുതാവണതാ. ഇവിടെ ഒരെണ്ണം കാണാണ്ട് നോക്കട്ടെ. കണ്ടോ, ഇത് അത്യാവശ്യം വലിപ്പുണ്ട്. അയ്യോ, ഇത് പൊട്ടിയിട്ടാ. നീളണ്ടായിരുന്നു. കാരണം ഇതൊക്കെ വലുതാവും. പക്ഷെ നമ്മളെ എന്താ പറയുക, കാട് പോലെ നിൽക്കല്ലേ. അപ്പം ഇങ്ങനെ കുറേ ചെത്തിയ കാരണം ഇങ്ങനെ പൊലോടേക്ക് നോക്കി കിട്ടും. ഇതൊന്നും നമ്മൾ നട്ടിട്ടുള്ളതല്ല കേട്ടാ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പടർന്ന് വന്നിട്ടുള്ളതാണ്. നട്ടിട്ടുള്ളത് നമ്മൾ അവിടെയാ. അതൊരു തടെടുത്തിട്ട് നട്ട് നോക്കണേ. ഇവിടെ ഒരെണ്ണം കാണാണ്ട്. ഇത് പറിച്ച് നോക്കട്ടെ. ഇത് അത്യാവശ്യം വലിപ്പുണ്ട്. കണ്ടോ, ഇതേ സെയിം മധുരക്കിഴങ്ങിൻ്റെ തറികൾ തന്നെയാണ് നമ്മൾ തടെടുത്തിട്ട് നട്ടിട്ടുള്ളത്. ഇവിടുത്തെ തലകളായില്ല ഷായിട്ട് ചെത്തി കൂട്ടിയിട്ട് കണ്ടോ, ഇവിടേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് എന്നോട് മുഴുവനായിട്ടൊന്ന് എനിക്കോളാന്നാ പറഞ്ഞ ഷായിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നേ. ഇവിടെ ഒരു വേര് കാണാനുണ്ട്, നോക്കി നോക്കട്ടെ. അയ്യോ ഇതൊക്കെ എന്തോ വലുതായിനെ ശരിക്കും. അതേനാ. അയ്യോ ഇവിടെ പൊട്ടി. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരാൾ ഇങ്ങനെ കിട്ടൂട്ടോ. അപ്പോൾ കുഞ്ഞിതായിരുന്നു. അതേന പറഞ്ഞോ. അയ്യോ ഇത് നല്ല വലിപ്പുണ്ടല്ലോ. നല്ല വലിപ്പുണ്ട്. ഇതിൻ്റെ വേര് ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അതിലും ഉണ്ടായി പോയി. അതേനാ.
ഷായിട്ട് വെറുതെ പറഞ്ഞ ആകെ ഒന്ന് എന്നോട് മണ്ണ് ഫുള്ള് ഇളക്കിയിട്ട് നോക്കാനാ പറഞ്ഞേട്ടാ. ഞാൻ ആദ്യം കട നോക്കി പോയി, ഒന്ന് ഉഷാറായി നോക്കട്ടെ. ഇനിയില്ല തോന്നുന്നുണ്ട്. ഇനിയില്ല. അപ്പോൾ നോക്കിയേ, വെറുതെ പടർന്ന് ഇവരുടെ ഒരു പറക്കേണ്ട ടൈം ആയിട്ടാണെങ്കിൽ അപ്പോൾ എത്രയോ കിട്ടിയാനെ. ഇത് കണ്ടോ, ഷായിട്ടിനെ കൊള്ളിക്കൊക്കെ ചെത്തി കൂട്ടിയാൽ കണ്ട. നോക്കിയേ, ഇതൊക്കെ മധുരക്കിഴങ്ങിൻ്റെ വേരുകളാ. വെറുതെ അല്ല പറഞ്ഞ ഷായിട്ടല്ല, ആകെ ഒന്ന് നോക്കിയാൽ കിട്ടും എന്നുള്ളത്. ഇനി ഇവിടുന്ന് പോവാട്ടാ, കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് ചെറുതായിട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട്. ഞാൻ വേറെ പാത്രമൊന്നും കൊണ്ടുവന്നിട്ടില്ല, അപ്പോൾ കയ്യിൽ തന്നെ വെച്ച് കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഒരു പഴയ ചട്ടിയുണ്ട്, ആ ചട്ടിയിലേക്ക് ഇടാം, അതുള്ളത്. എനിക്ക് തോന്നുന്നത് നല്ല വണ്ണുള്ള നല്ല കനുള്ള മധുരക്കിഴങ്ങേക്കാളൊക്കെ നല്ല രസം ഉണ്ടാവാൻ തോന്നണേ ഇതായിരിക്കും കേട്ടോ. പുഴുങ്ങി കഴിഞ്ഞിട്ട് ടേസ്റ്റ് കൂടുക. നല്ല ചെറുത് നല്ല പാകത്തിനുള്ളതല്ലേ. അപ്പം ഇനി വീട്ടിൽ പോട്ടെ. പടകൂട്ടപ്പ ചാടുക്കണ്ട അപ്പം പഴയ ഒറ്റപ്പൊക്കെ വേണമെങ്കിൽ എന്റെ അവിടെ വന്ന് കാണുക എന്നുള്ള പോലെ ഒറ്റ സ്വഭാവം. എന്തടാ 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 എവിടെ എൻ്റെ കുട്ടിപ്പാട്ടാണ് നിങ്ങൾ കയറി നിൽക്കുന്നത്. ഈ മീതി റോസയുടെ പൂ മുട്ട പിടിച്ചു. എന്താ ഇറങ്ങ ഇറങ്ങ. അയ്യോ ഡാ ഫ്ലൈറ്റിന് വിട്ട് ഫ്ലൈറ്റ് വിടാ. മുട്ട് കടിക്കലടാ. ഞാൻ കാണുന്നതിലൊന്നും കടിക്കല്ല. ഞാൻ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും ചെയ്യും. നമ്മുടെ റോസയമേ നിറച്ച് മുട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ചട്ടിയിൽ കണ്ട ഇതിങ്ങനെ കയറി നിൽക്കുവർ. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കട്ടെ ചെക്കന്മാരെ. എന്നിട്ട് റോസയുടെ മുട്ട്, റോസയുടെ പൂവ് ഇതൊക്കെ കടിച്ച് കൊണ്ട് പോലാണ് പണി. അപ്പോൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോസപ്പൂവ് കാണിച്ചപ്പോൾ ചോദിച്ചു, സ്മിത റോസയ്ക്ക് എന്ത് വള ചെയ്യണേന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ റോസപ്പൂ ഇല്ല എന്ന് പറയാം. അത്രയധികം പൂവുണ്ടായി നിൽക്കുന്ന സമയമാണ് നമ്മുടെ കയ്യിൽ. കുട്ടിപ്പട്ടാളങ്ങൾ എന്താ ചെയ്യുക, അവർ ഓരോ പൂവ് കാണുമ്പോൾ അത് പിടിച്ച് വലിച്ച് കൊണ്ടുപോലാണ്. അതുകൊണ്ട് തന്നെ റോസയമ്മ കുറേ മുട്ട് വരുന്നുണ്ട്, പൂ വരുന്നുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കിട്ടൽ കുറവാണ്. അപ്പോൾ ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കാശ്മീർ റോസാണ് കേട്ടോ. അത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന റോസാണ്, ഓറഞ്ച്. ഇത് കാശ്മീർ റോസ്. ഇതിലേക്ക് നിറച്ച് പൂവിടും. പക്ഷേ പൂവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കപ്പലണ്ടി പിണ്ണാക്ക് നമ്മുടെ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ഒരാഴ്ച ഇട്ട് വെച്ചിട്ട് അത് പുളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തെളിയെടുത്തിട്ട് 4 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കൽ മാത്രമേ ചെയ്യണുള്ളൂ. പക്ഷേ എനിക്ക് എന്നാലേ റോസപ്പൂവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് വിഷമം തോന്നി. കാരണം അത്രയധികം പൂവ് നമുക്ക് ഉണ്ടായി നിൽക്കാറുണ്ട് ഈ ഒരു സമയത്ത്. ഇപ്പോൾ ചില ചട്ടിയിൽ ചെടി പോലും ഇല്ല, കട വരെ വലിച്ചു കൊണ്ടുപോയിട്ട് കുട്ടുപട്ടാളങ്ങൾ. സാരില്ല, എന്തായാലും നമ്മൾ ഇവർ വലുതായി ഒന്ന് വരെ കുറുമ്പ് മാറി കഴിഞ്ഞാൽ പഴയ പോലെ ആക്കി എടുക്കൂട്ടാ. പിന്നെ നോക്കിയേ, ചട്ടിയിൽ മുളച്ചിട്ടുള്ള നമ്മുടെ മുളക് തൈമ നോക്കിയേ നിറച്ച് തരുതരുന്ന പൂവും മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചട്ടിയിൽ ചെടിയില്ലെങ്കിലും പച്ചമുളക് തൈകൾ നിൽക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായി വന്നത്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷയം ഉണ്ട് കേട്ടോ. അലിക്ക മലപ്പുറം. അപ്പോൾ അലിക്ക ബർത്ത്ഡേ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നായാലും ഹാപ്പി ബർത്ത്ഡേ അലിക്ക. ത്രേസ്യാമ ജോർജ്, ഹായ് ത്രേസ്യാമേച്ചി. ഫാത്തിമ റഹ്മാൻ, ഹായ് ഫാത്തിമേച്ചി. ജിജി വർഗീസ്, ഹായ് ജിജി. അജിത, ഹായ് അജിത.
ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകട്ടാ വയോട്ടാ. എനിക്കുണ്ടല്ലോ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് സ്മിത എവിടെയാണ് ഡ്രസ്സ് തയ്ക്കണേന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എവിടെ കൊടുക്കാറെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം നമുക്ക്. അപ്പോൾ നമ്മൾ പ്രീതിനെ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചെറിയേട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് സാരി ബ്ലൗസൊക്കെ എവിടെയാണ് തയ്ച്ചതെന്നൊക്കെ പ്രത്യേക ചോദ്യങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അന്ന് പ്രീതി അന്ന് വീട്ടിലേക്ക് വരാണ് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രീതിയുടെ അടുത്താണ് തയ്ക്കാൻ കൊടുക്കണേന്ന്. കാരണം ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ല കേട്ടോ, ഷോപ്പിലേക്ക് വരാറില്ല. പ്രീതിനെ വിളിക്കാറ് പതിവ്. അവൾ വന്ന് എൻ്റെ അത് മേടിച്ച് കൊണ്ട് പോവും. അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും ഷോപ്പിലേക്കായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് തയ്ക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മുകളിലായിരുന്നു അന്നത്തെ ഷോപ്പ് അല്ലേ? ഷോപ്പ് മാലാകര പള്ളിയുടെ തൊട്ടപ്പുറത്തൊരു ATM ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATM. ആ ATMന്റെ ബാക്കിലാണ് എൻ്റെ ഷോപ്പ്. ഇപ്പം നിൽക്കുന്ന ഷോപ്പ്. മുന്നത്തെ ഷോപ്പ് മുകളിലായിരുന്നു. അപ്പോൾ പലർക്കും കയറി വരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷോപ്പ് അടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പ്രീതിക്ക് തയ്ക്കാനൊക്കെയായിട്ട് കൊണ്ടുവന്നിരുന്നു പറഞ്ഞു. അപ്പോൾ പ്രീതി എന്നോട് എപ്പോഴും പറയും സ്മിത ഇതൊന്ന് മാറ്റിയതും കൂടി ഒന്ന് പറഞ്ഞോളോട്ടാന്ന്. പക്ഷെ പ്രീതി വിളിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചയോളമായി. എൻ്റെ ഒഴിവ് കുറവുകൊണ്ട് എനിക്കിട്ട് വരാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും എത്തണം ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ വന്നത് കേട്ടോ. സന്തോഷമായില്ലേ? സന്തോഷമായി. കാരണം അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആള് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രക്കൊക്കെ ആണ് പ്രീതിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുള്ളൂ. പ്രീതിയാണെങ്കിൽ എപ്പോഴും എന്നോട് പറയാറുണ്ടോ ഒന്ന് പറയുമോ സ്മിത വീഡിയോയില് എന്ന്. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാനത് പറഞ്ഞല്ലോ വീഡിയോയിൽ എങ്ങനെ പ്രീതിയുടെ അടുത്താണ് തയ്ക്കാൻ കൊടുക്കണേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന പ്രീതിയിൽ എനിക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ് പ്രീതി ഉദ്ഘാടനം പറയാൻ അല്ലല്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ പ്രീതി എൻ്റെ അടുത്തേക്ക് വന്നു. എന്ത് വേണ്ടെന്ന് പറയും, എനിക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് ഓർമ്മയുണ്ട്. അത് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും വേണ്ട. ആദ്യം ഗിഫ്റ്റ് മേടിച്ചിട്ട് ചോദിച്ചപ്പോഴേക്കും ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം ഗിഫ്റ്റ് ആണെന്ന് ചോദിച്ചത്. അപ്പോഴാണ് പ്രീതി പറയണേ സ്മിത വീഡിയോയിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി തയ്ക്കാൻ കിട്ടി, എന്നെ കുറേ പേര് മനസ്സിലാക്കി. അപ്പം എൻ്റെ ഒരു സന്തോഷത്തിനെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഗിഫ്റ്റ് ഒന്നും എനിക്ക് ആവശ്യപ്പെട്ടില്ല. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അവൾക്ക് അത്രയും വർക്ക് കിട്ടാന്ന് പറയുന്നതാണല്ലോ ഏറ്റവും സന്തോഷം. അത് മതി എനിക്ക്. അതാണ് എൻ്റെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ. അയ്യോ പാവം കുട്ടിയായിട്ടാ. അപ്പം ഇതൊന്നും പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ തയ്ക്കാൻ നന്നായി തയ്ക്കും, അത് ഉറപ്പാണ് എനിക്ക്. അപ്പൊ ഈ പോട്ടെ, ഇതിലെന്തിട്ടെന്നറിയോ റെഡിമെയ്ഡ് ടോപ്പാണ്. ടോപ്പിന്റെ കഴുത്ത് ഇത്തിരി ഇറങ്ങിയിട്ടൊക്കെ എടുക്കണേ. അപ്പൊ അതൊന്ന് ശരിയാക്കാൻ കാട്ടിത്തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഒല്ലൂര് മാലാഖയുടെ പള്ളി. അപ്പോൾ ഈ പള്ളിനടയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലായിട്ട് പ്രീതിയുടെ ഈ ഷോപ്പ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രീതിയുടെ ഉണ്ടല്ലോ ഷോപ്പിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്കുണ്ടല്ലോ നമ്മുടെ യൂണിക് ഫാമിലി 2.0 നമ്മൾ പാചകത്തിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഒരു പാചകം തയ്യാറാക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ യൂണിക് ഫാമിലി 2.0 പോയാൽ കാണാൻ പറ്റൂ കേട്ടോ. നമ്മളതിൽ ആഴ്ചയിൽ 2-3 വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടോ.